പോളണ്ട് പോയാലോ ഗ്രോസറി വാങ്ങിക്കാൻ? ഞാനേ മിറർ വാങ്ങിയ പിന്നെ ഇതിൻ്റെ മുന്നിലുള്ള ഒരു പട്ടി ഷോ കുറച്ച് കൂടുതലാണ് കേട്ടോ. വേറെ ഒന്നും ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ മിറർ, അടിപൊളിയാണ്. ഞാൻ നാട്ടിലുള്ളപ്പോൾ എന്നും വടക്കുന്നാഥല്ലേ പോയി തൊഴാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് വടക്കുന്നാഥനെയാണ്. അതുകൊണ്ട് ഞാൻ ഈ പാട്ട് എപ്പോഴും കേൾക്കും കേട്ടോ, ലൂപ്പിലിട്ട് ഞാൻ കേൾക്കും. നിങ്ങൾ ടി വിയിൽ കാണുന്നില്ലേ, ചന്ദ്രചൂഡ് ശിവശങ്കര പാർവതി, വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ലുക്ക് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ, ഇതിൻ്റെ മുകളിൽ കൂടെ ഇനി 2-3 ലെയർ വരും. ഒരു പുള്ളോവർ, ജാക്കറ്റ്, ആകെ മൊത്തം ഒരു ബോൾ ഷേപ്പാവും. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തണുപ്പാണ്. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ 1 മാസം മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഇടയ്ക്ക് ഗാലറിയിൽ നിന്നൊക്കെ ക്ലിയർ ആക്കാറുണ്ട്. അപ്പോഴുണ്ട് ദാ കിടക്കണം ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് പോയാലോ? പോളണ്ടിൽ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ്, മീറ്റ്, ചിക്കൻ, ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല മഞ്ഞ് വീഴ്ചയാണ്. നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ 2-3 കിലോ ഒക്കെ വാങ്ങിക്കുമ്പോൾ പെർ kg €1 €2 ഒക്കെ ഡിഫറൻസ് ചില സമയത്ത് ഡിസ്കൗണ്ടുള്ള സമയത്ത് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ പോളണ്ട് ബോർഡർ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് അധികം ദൂരമില്ലാത്തതുകൊണ്ടും ഞാൻ മിക്കപ്പോഴും അവിടെ പോയി പോളണ്ടിൽ പോയിട്ട് സ്ലൂബിസയിൽ പോയിട്ട് ഗ്രോസറി വാങ്ങിക്കാറുണ്ട് കേട്ടോ. അവിടെ ബിയോഡ്രങ്ക എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നിന്നാണ് ഞാൻ പൊതുവെ ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കാറ്. കാറൊക്കെ മൊത്തം മഞ്ഞ് മൂടി കിടക്കായിരുന്നു. ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അതിശയിച്ച് പോകാറുണ്ട് കേട്ടോ. കാരണം സ്നോഫോൾ ആകുമ്പോൾ ഇലകളെല്ലാം കൊഴിഞ്ഞ് ഒരു അസ്ഥികൂട രൂപത്തിലാവും. ഇനി ഇതൊരിക്കലും പൂക്കില്ല, കായ്ക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ സ്പ്രിങ്, സമ്മറൊക്കെ ആകുമ്പോൾ ഇതിനെല്ലാം ഇലകൾ വന്ന് പൂക്കൾ വന്ന് ആകെ പൂത്തുലയും. നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ല. ചില സമയത്ത് നമ്മളെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്തായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ തുടക്കങ്ങൾ ഉണ്ടാവുന്നത്. എല്ലാം അവസാനിച്ചു, മടുത്തു, ഇനിയൊരു ഈ ജീവിതം ഇനി വേണ്ട, എന്തിനാ ഇങ്ങനെ ജീവിക്കണേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ പിടിച്ച് നിന്ന് ക്ഷമിച്ച് സഹിച്ച് ഒരു ദിവസം വരുമ്പോൾ നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്ത് ദൈവം നമുക്ക് തരും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് കഷ്ടപ്പാടും ദുരിതമൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴും ഒരു പ്രതീക്ഷ ഞാൻ കൈവിടാറില്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും, ഈ സമയം കടന്നു പോവും, അങ്ങനെ ഒരു വിശ്വാസം ഞാൻ മനസ്സിൽ വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് കഷ്ടപ്പാടും ദുരിതമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ ദുരിതത്തിനൊക്കെ അപ്പുറം എനിക്ക് നല്ലൊരു ജീവിതം ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ വരും. അപ്പോൾ ഈ ജീവിതം വേണ്ട, അവസാനിച്ച് മടുത്തു, ഇത് അവസാനിപ്പിക്കാം, അങ്ങനെ ഒന്നും തോന്നരുത്. കാരണം ദൈവം നമ്മളെ പരീക്ഷിക്കും, പക്ഷെ ഒരിക്കലും കൈവിടില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. അങ്ങനെ നമ്മൾ പോളണ്ട് ജർമ്മനി ബോർഡർ എത്തിയിട്ടോ. ഈ ഒരു ബ്രിഡ്ജ് കടന്നാൽ നമ്മൾ പോളണ്ട് എത്തും. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ബ്രിഡ്ജ് ന്യൂട്രൽ ബ്രിഡ്ജാണ്. ജർമ്മനിയും അല്ല പോളണ്ടും അല്ല. ഇപ്പുറത്ത് ജർമ്മനി, അപ്പുറത്ത് പോളണ്ട്, അങ്ങനെയാണ്. കണ്ടോ, ഒരുപാട് പോളണ്ടിൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ ബിയോഡ്രങ്ക എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഞാൻ അവിടെയാണ് പോവാറ്. എല്ലാം നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് ചിക്കൻ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതൽ ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടുക. എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. അത് പോളണ്ടിലെ സ്ലൂബിസിലെ ഇൻപോസ്റ്റിലാണ് വന്നിട്ടുള്ളത്. കാരണം ഞാൻ ടെമു സെലക്ട് ചെയ്യുമ്പോൾ കൺട്രി പോളണ്ടാണ് സെലക്ട് ചെയ്യാറ്. അപ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും. ഇതാണ് ഇൻപോസ്റ്റിൻ്റെ പോസ്റ്റ് ബോക്സ്. നമ്മുടെ ഫോണിലൊരു QR കോഡ് അവർ അയച്ചിട്ടുണ്ടാവും. ആ QR കോഡ് ആ മോണിറ്ററിൽ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോക്സ് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ പാഴ്സൽ കിട്ടും. അങ്ങനെയാണ് ചെയ്യുക. ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ ഫോണിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം QR കോഡ് സ്കാൻ ചെയ്യണ്ടേ. കണ്ട, ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് പതുക്കെ ബിയോഡ്രങ്കിലേക്ക് നടക്കാം. പോകുന്ന വഴിക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ, നമ്മൾ ATM പോലെ ഉണ്ടാവും ഫ്ലവേഴ്സിൻ്റെ ഒരു ഷോപ്പ്. നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലവർ എടുക്കാം. അടിപൊളിയല്ലേ? ഇവിടെയൊക്കെ പിന്നെ എല്ലാ ഫ്രൈഡേയും അവർ കപ്പിൾസിന് ഫ്ലവേഴ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം അടിപൊളിയാണ് കേട്ടോ. പിന്നെ ബർത്ത്ഡേക്കും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എല്ലാ ദിവസവും ഉണ്ടല്ലോ. ഇതാണ് ബിയോഡ്രങ്ക. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഒരുവിധം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. സെന എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് എന്നാണ് അർത്ഥം എന്ന് വിചാരിക്കണം. ആണെന്ന് തോന്നുന്നുണ്ട്.
കണ്ടോ, എല്ലാത്തിനും റേറ്റ് ഭയങ്കര കുറവാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ പോകുമ്പോൾ ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ടാവും. കാരണം അവർ എക്സ്പയറി ആവാനായിട്ടുള്ള 2-3 ദിവസം മുന്നുള്ള ഐറ്റംസിനൊക്കെ ഹാഫ് പ്രൈസിലൊക്കെ ഇടും. ഇത് കണ്ടോ, നമ്മുടെ ഏരിയയിൽ പോലത്തെ ഒരു സംഭവമാണ്. ഇതൊക്കെ ഫ്രോസൺ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. സ്ട്രോബെറി, റാസ്ബെറി, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ ഒരുപാട് ബൺസ്, കേക്ക്സ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കും. ഞാൻ ഷുഗർ കട്ടായതുകൊണ്ട് അങ്ങനെയൊന്നും വാങ്ങി കഴിക്കാറില്ല. പിന്നെ സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ, അങ്ങനെ ഒരുപാട് ഓയിലുകളൊക്കെ ഉണ്ട്. കിച്ചൺ ടിഷ്യൂ, ടോയ്ലറ്റ് ടിഷ്യൂ ഒക്കെ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും കേട്ടോ. കോസ്മെറ്റിക്സ്, അതിൽ എവലിൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. സംഭവം സൂപ്പറാണ് കേട്ടോ. ഞാൻ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ആ ഒരു കമ്പനിയാണ് വാങ്ങിക്കാറ്. മസ്കാര ആയാലും സിറ ആയാലും എല്ലാം അടിപൊളിയാണ്. എഗ്സ് നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. ഇത് കണ്ടോ, M എന്നൊക്കെ കാണിക്കുന്നുണ്ട്. M എന്ന് പറഞ്ഞാൽ മീഡിയം സൈസായിരിക്കും, L ലാർജ് ആയിരിക്കും, S സ്മോൾ ആയിരിക്കും. അപ്പം നമ്മളെപ്പോഴും L എടുക്കാറ്. കാരണം ലാർജ് നല്ല വലിയ മുട്ട കിട്ടും. M ആകുമ്പോൾ കുറച്ച് മീഡിയം സൈസാണ്, S ആകുമ്പോൾ ഭയങ്കര സ്മോളാണ്. ഇത് ജെല്ലി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഒരുപാട് ജ്യൂസ്, മോൺസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. നിങ്ങൾ പോളണ്ട് ബോർഡർ ആണെങ്കിൽ, ജർമ്മനിയിലുള്ളവരാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ ബിയോഡ്രങ്കിൽ ഒന്ന് പോയി നോക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ ഇറങ്ങി. ഇത് കണ്ടോ, യൂറോ US ഡോളറാണ്. ഒരു പോളിഷ് മണിക്ക് 4.19 യൂറോ വാല്യൂ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു നെറ്റോ ഉണ്ട് കേട്ടോ. നെറ്റോയിൽ വലിയ ഡിഫറൻസ് ഇല്ല, എന്നാലും ചെറുതായിട്ട് വ്യത്യാസമൊക്കെ ഉണ്ട്. ഇവിടെ പാർക്കിങ്, നമ്മൾ കാർ പാർക്ക് ചെയ്ത് പിന്നെ പോയി സ്ലിപ്പ് എടുക്കണം, അങ്ങനെയാണ് പാർക്കിങ്ങിന്. ഇവിടെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഫ്രൂട്ട്സും. ഇത് കണ്ടോ, ചെറിയുള്ളിയാണ്. ചെറിയുള്ളി എന്ന് പറയാൻ പറ്റില്ല, സബോള വരെ ചെറിയൊരു മോഡൽ. ഇവിടെ ചെറിയുള്ളിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങി കൂട്ടില്ല. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിക്കൂട്ടും. കാരണം എന്താ വെച്ചാൽ നാട്ടിലത്തെ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ ഏത് വെച്ചാലാണ് ടേസ്റ്റ്, എങ്ങനെ വെച്ചാലാണ് ടേസ്റ്റ് എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ കോരി വാങ്ങിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാത്തിൻ്റെ ടേസ്റ്റുകൾ അറിയാം, ഏത് വെച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിക്കുള്ളൂ. പക്ഷെ എനിക്ക് ഷോപ്പിങ്ങിന് പോവാൻ ഇങ്ങനെ സാധനങ്ങളൊക്കെ കുറേ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടോ നമ്മൾ പോയി പേ ചെയ്തിട്ട് വേണം ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഓരോ സമയത്തും നമുക്ക് ഓരോ ക്യാരക്ടറാണല്ലേ, എന്താല്ലേ. പണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി 10 രൂപയ്ക്ക് വാങ്ങിക്കാൻ പോയി 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടേ വരുള്ളൂ. കണ്ണി കണ്ടത് മുഴുവൻ വാരി വലിച്ച് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വാങ്ങിച്ചിട്ട് വരും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ 8 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് വരും. 2 രൂപ ലാഭം ഉണ്ടാവും എന്ന് പറയില്ലേ, അതാണ് അവസ്ഥ. കാരണം ഇപ്പം അങ്ങനെ വാരി വലിച്ച സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ തോന്നാറില്ല. കാണാൻ ഇഷ്ടമാണ്, പോയി കാണും, അത്രേ ഉള്ളൂ. ലൈഫ് നമ്മൾ ഓരോ വർഷം മുന്നോട്ട് പോകുന്തോറും നമ്മൾക്ക് മെച്യൂർഡ് ആവുന്നതാണോ എന്ന് ചോദിച്ചാൽ മേ ബി മെച്യൂർഡ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മളെ പാകപ്പെടുത്തുന്നതായിരിക്കും. ഇവിടെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. മൊത്തം ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്ലൂബിസ്, ഈ ജർമ്മൻ ബോർഡർ, ഫ്രാങ്ക്ഫർട്ട് ഓർഡർ, അടിപൊളി സ്ഥലമാണ്. ഇവിടെ കാറൊന്നും വീടിൻ്റെ മുന്നിൽ വെച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല കേട്ടോ. കാർ വാഷ് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ടേ കാർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, ഇവിടെ വന്ന് പേ ചെയ്ത് കാർ വാഷ് ചെയ്യാം. അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. 2 യൂറോ 3 യൂറോയ്ക്കൊക്കെ നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റും. വീടിൻ്റെ മുന്നിൽ അങ്ങനെ വിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും, ഫൈനൊക്കെ അടപ്പിക്കും അവർ.
അതുപോലെ തന്നെ പെട്രോൾ നമ്മൾ തന്നെ അടിക്കണം, പെട്രോൾ ഡീസലൊക്കെ. ഈ നമ്പർ നമ്മൾ ക്യാഷ് സെൻറ്ററിൽ പോയി പറഞ്ഞിട്ട് ക്യാഷ് പേ ചെയ്യണം. ഇതൊക്കെ സെൽഫ് സർവീസാണ്. പില്ലർ നമ്പർ നമ്മൾ ക്യാഷ് സെൻറ്ററിൽ പോയിട്ട് കൊടുത്തിട്ട് ക്യാഷ് പേ ചെയ്യണം. ഇത് കണ്ടോ, ആനവണ്ടി പോലെ ഉണ്ട്, എന്തൊരു വലിപ്പാ. ഇതാണ് മീഡിയ എക്സ്പേർട്ട്. ഇവിടെ എല്ലാ ഇലക്ട്രോണിക്സും എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ. ഫോണും ഐഫോണും എല്ലാ ഐറ്റംസ് ഉണ്ട്, അടിപൊളിയാണ്. TV, ഐപാഡ്, മാക്ബുക്ക്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഐവാച്ചൊക്കെ ഉണ്ട്. 17 Pro Max. എനിക്ക് ഈ കളർ എന്താണോ തീരെ ഇഷ്ടപ്പെട്ടില്ല, ഓറഞ്ച് ഇടിവെട്ട് കളറാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ അയൺ ബോക്സൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. പക്ഷേ ഇവിടെ അയൺ ബോക്സ് ഉണ്ട്. ഇത് കണ്ടോ, ക്യാമറ സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും ഈ ഒരു ക്യാമറ വാങ്ങിക്കണമെന്നുണ്ട് എനിക്ക്. പിന്നെ DG ക്യാമറ, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. സ്പീക്കർ സിസ്റ്റം കണ്ടോ, സൂപ്പറാണ് കേട്ടോ, ഭയങ്കര സൗണ്ട് എഫക്റ്റാണ്. വാഷിംഗ് മെഷീൻ, ഒരുവിധം എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ. TV ഒക്കെ എന്താ വലിപ്പം. പിന്നെ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഉണ്ട്. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു. ഞാനൊരു ചിക്കൻ കബാബ് വാങ്ങി. സൂപ്പറാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ റോളൊക്കെ പോലെ ഷവർമ, ഇതിൻ്റെ എല്ലാവരും ഒരു മിക്സഡ് ടേസ്റ്റാണ്. സ്ലൂബിസ്, ബെർലിൻ, ഫ്രാങ്ക്ഫർട്ട് ഓർഡർ. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഒരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക്. സ്ലൂബിസേന്ന് ജർമ്മനിയിലേക്ക് ഒരു 5 മിനിറ്റ് ഉള്ളൂ. കണ്ടോ, നമ്മൾ ആ ബ്രിഡ്ജിലെത്തി. ഇതാണ് ആ ന്യൂട്രൽ ബ്രിഡ്ജ്. ഇവിടെ നിന്ന് പോകുമ്പോൾ ചിലപ്പോൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇതാണ് അവിടെ കൺട്രോൾ ചെക്കിംഗ് പോസ്റ്റ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.